ഏതെങ്കിലും ഒരു വ്യക്തിത്വത്തെ അവർ വിശ്വസിക്കുന്ന മതത്തിൽ നിന്ന് മതപരിവർത്തനം നടത്തുവാനുമുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടല്ല ഞങ്ങൾ ഈ സന്ദേശയാത്രകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം ഭാരത സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും സാംസ്കാരിക സമ്പന്നത കൊണ്ടും വിദ്യാഭ്യാസ പ്രബുദ്ധത കൊണ്ടും വളരെ ശക്തമായി നിൽക്കുന്ന, ഉന്നതമായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരള സംസ്ഥാനം. കേരള സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മേഖലകൾ കൊണ്ട്, സാംസ്കാരിക സമ്പുഷ്ടത കൊണ്ട് മറ്റെല്ലാ രാജ്യങ്ങളും, ലോകരാജ്യങ്ങൾ എമ്പാടും മലയാളികൾക്ക് എന്നും അഭിമാനത്തോടെ പറയാൻ സാധിക്കും നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തെ കുറിച്ച്. എന്നാൽ നമുക്കറിയാം, ഇന്നത്തെ ഈ സംസ്ഥാനം, നമ്മുടെ ഈ ചെറിയ സംസ്ഥാനത്ത് നടക്കുന്ന അതിക്രൂരമായ, മനുഷ്യ മനസാക്ഷിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, മനുഷ്യന്റെ ചിന്താമണ്ഡലങ്ങൾക്ക് പോലും ഗ്രഹിക്കാൻ കഴിയാത്ത, അയ്യോ എന്തുകൊണ്ട് ഇങ്ങനെ ഞങ്ങളുടെ സംസ്ഥാനത്ത് സംഭവിക്കുന്നു എന്നൊക്കെ ചോദിക്കത്തക്ക രീതിയിൽ മനുഷ്യന്റെ മനസ്സ് വികുലമായി തീരുന്ന പൈശാചികതയുടെ, കാപട്യത്തിന്റെ, കപടതയുടെ ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളുടെ കൊച്ചു ഗ്രാമങ്ങൾ, എന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കൊച്ചു ഗ്രാമങ്ങളുണ്ട്. 85കളിലും 90കളിലും ഒക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങൾ ഞാൻ ഓർക്കുകയാണ്. കൊച്ചു ഗ്രാമങ്ങളിലൊക്കെയാണ് നമ്മൾ ഇതുപോലെ പരിവ പോലെയുള്ള കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ, ജാതിമത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെ, സന്തോഷത്തോടെ പാർത്തുകൊണ്ടിരിക്കുന്ന കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ. നമ്മുടെ ഗ്രാമത്തിൽ വലിയ കലാപങ്ങളോ, പ്രശ്നങ്ങളോ, പ്രതിസന്ധികളോ, ഇതുപോലെയുള്ള കൊലപാതകങ്ങളോ, ആത്മഹത്യകളോ, ഇതുപോലെയുള്ള മോശമായിട്ട് പിതാക്കന്മാർ അല്ലെങ്കിൽ മാതാക്കൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അബദ്ധസഞ്ചാരങ്ങളോ ഒരു കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിലൊക്കെ ചെറിയ ചെറിയ വാർത്തകൾ കേട്ട കാലഘട്ടങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ പത്രദ്വാര, ദൃശ്യമാധ്യമദ്വാര നമ്മുടെ ചെവികളിലേക്കും നമ്മുടെ കണ്ണുകളിലേക്കും നമ്മുടെ ചിന്തകളിലേക്കും ഒക്കെ വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. എനിക്കറിയാം, ഒരു 10-15 മിനിറ്റ് ഞാൻ ഈ സന്ദേശം ഇവിടെ പറയുമ്പോൾ കേരളത്തിന്റെ മറ്റൊരു ഭാഗത്ത് എന്തെങ്കിലും ക്രൂരതകൾ നടക്കുമോ എന്ന് നമുക്കറിയത്തില്ല. അത്രമാത്രം ക്രൂരമായ ചിന്തകൾ കൊണ്ട് നമ്മുടെ സംസ്ഥാനം എന്തോ ഒരു വലിയ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മധ്യത്തിൽ മനുഷ്യന് എങ്ങനെ, എന്ത് മനുഷ്യൻ ചെയ്യണമെന്നും സമാധാനപരമായ ഒരു ജീവിതം എങ്ങനെ നയിക്കാൻ സാധിക്കുമെന്നും വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുക എന്നുള്ള ഒരു ദൗത്യവും ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെയുള്ള യാത്രകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. മദ്യപാനം മറ്റെന്നത്തെക്കാളും ഉപരിയായി ഇന്ന് വർദ്ധിച്ചു വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബ തകർച്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അയൽപക്കക്കാർ തമ്മിൽ സ്നേഹോഷ്മളമായ ഒരു ജീവിതം നയിച്ചിരുന്ന കാലഘട്ടങ്ങളൊക്കെ മാറി ഇന്ന് കൊലപാതകങ്ങളും അതുപോലെയുള്ള ക്രൂരമായ കൃത്യങ്ങളും നടക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മധ്യത്തിൽ മനുഷ്യൻ എന്ത് ചെയ്യാൻ സാധിക്കും, എങ്ങനെ സമാധാനപരമായി മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കടന്നു വന്ന് ദൈവവചനം ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. നമുക്കറിയാം, ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം ഉൾക്കൊണ്ട പുസ്തകമാണ് ദൈവത്തിന്റെ വചനമായ വേദപുസ്തകം. ഞാനിത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ചിലരെങ്കിലും വേദപുസ്തകത്തിന്റെ പഠിതാക്കളായി, വേദപുസ്തകത്തിന്റെ ശ്രോതാക്കളായി, വേദപുസ്തകത്തിന്റെ അനുവാചകരായി ചിലരെങ്കിലും എന്റെ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ശ്രദ്ധിക്കുക, വേദപുസ്തകം എന്ന് പറയുന്ന ദൈവത്തിന്റെ തിരുവചനം വളരെ കൃത്യമായി സംസാരിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ കാണുന്ന സകല പ്രപഞ്ചത്തെയും ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ദൈവമാണ്. ആ ദൈവം മനുഷ്യന് കൊടുത്ത സന്ദേശമാണ് ദൈവത്തിന്റെ വചനമായ ബൈബിൾ. ബൈബിൾ ലോകത്തോട് വിളിച്ചു പറയുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം, നമ്മൾ എവിടെ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, എന്തിന് മനുഷ്യൻ ഇവിടെ ആയിരിക്കുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യൻ ഇനിയും എവിടേക്ക് യാത്ര ചെയ്യുന്നു. 3 ചോദ്യങ്ങളാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, നമ്മൾ എവിടെ ആയിരുന്നു, എവിടെ നിന്ന് നമ്മൾ ഈ ഭൂമി
ഭൂമിയിലേക്ക് വന്നു? നമ്മൾ എന്തിന് ഇവിടെ ആയിരിക്കുന്നു? നമ്മൾ ഇനിയും എവിടേക്ക് യാത്ര ചെയ്യുന്നു? ഈ 3 ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായി ഉത്തരം നൽകുന്ന ഏക പുസ്തകം ദൈവത്തിന്റെ വചനമാണ്. ഈ സന്ദേശം നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, മനുഷ്യ മനസ്സാക്ഷിക്കകത്ത് ഇതിന്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള പ്രതികൂലങ്ങൾ, ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെയുള്ള അസന്മാർഗികമായ ദുഷ്ടത നിറഞ്ഞ, ദുർനടപ്പ് നിറഞ്ഞ നടപ്പുകൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ എവിടെ നിന്ന് വന്നു എന്നൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ വേദപുസ്തകം അതിന് കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. വേദപുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം ലോകത്തോട് ഇങ്ങനെ വിളിച്ചു പറയുന്നു: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നമുക്കറിയാം, ഇന്ന് നിരീശ്വരവാദം കേരളത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു തത്വപ്രസ്ഥാനത്തെയോ ഒരു തത്വജ്ഞാനത്തെയോ ഇകഴ്ത്താനായി പറയുകയില്ല. ദൈവമില്ല എന്നൊരു ചോദ്യം ഇന്ന് ലോകത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ തലമുറകൾ ഏത് മതത്തിലായിക്കൊള്ളട്ടെ, ഏത് വിശ്വാസ പ്രമാണങ്ങളിലായിക്കൊള്ളട്ടെ, ദൈവം ഇല്ല എന്നുള്ള ഒരു തലത്തിലേക്ക് ആളുകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ശ്രദ്ധിക്കണമേ, വേദപുസ്തകം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം, അതിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ആദിയിൽ ദൈവം. ആളുകൾ ചോദിക്കാറുണ്ട്, ഈ പ്രപഞ്ചം ആരാണ് സൃഷ്ടിച്ചത്? പ്രപഞ്ചം എങ്ങനെയൊക്കെയാണ് ഉളവായി വന്നത്? പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അതിന് ബൈബിൾ കൊടുക്കുന്ന ആദ്യത്തെ മറുപടി ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു: ഇൻ ദ ബിഗിനിങ്, എല്ലാത്തിന്റെയും ആരംഭം ദൈവമാണ്. പ്രപഞ്ചം സൃഷ്ടിച്ചത് എത്രയോ വർഷം മുമ്പ് എന്ന് ആളുകൾ പറയുമ്പോൾ അത് എത്രയോ വർഷം മുൻപിലേക്കാകട്ടെ, പക്ഷെ വേദപുസ്തകം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം, ഇൻ ദ ബിഗിനിങ്, എല്ലാത്തിന്റെയും ആദി, അത് ദൈവത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യത്തിന് വേദപുസ്തകം തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം എന്ന് പറയുന്നത് ഇൻ ദ ബിഗിനിങ് ഗാഡ് എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും, ഇന്ന് കാണുന്ന സകല ചരാചരങ്ങളും ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളാരും ഇങ്ങനെ ഈ ഭൂമിയിൽ വന്നതല്ല. പിന്നെ എങ്ങനെ വന്നു? നമ്മളെല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് വേദപുസ്തകം പറയുന്ന പ്രധാനപ്പെട്ട സന്ദേശം. നമുക്കറിയാം, മനുഷ്യൻ, ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ, മനുഷ്യൻ അവൻ നന്നായി ജീവിക്കണമെന്നും സമാധാനപരമായി ജീവിക്കണമെന്നും ഒക്കെ മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നില്ല. അതിന്റെ പിന്നിലെ കാരണം, ഏതെങ്കിലും ഒരു മനുഷ്യൻ അവൻ കുഴപ്പക്കാരനായതുകൊണ്ടോ, അവൻ അധർമ്മത്തിൽ ജനിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ആ വ്യക്തി ഏതെങ്കിലും മോശമായ ജീവിത നിലവാരമുള്ള വ്യക്തി ആയതുകൊണ്ടോ അല്ല. നമുക്കിന്ന് ഇന്ത്യയിലുള്ള നമ്മുടെ ജയിലുകളിൽ നൂറുകണക്കിന്, ആയിരക്കണക്കിന് കുറ്റവാളികൾ ജയിൽ തടവറകളിൽ കിടക്കുകയാണ്. നമ്മൾ പറയും ആ മനുഷ്യരൊക്കെ എന്തോ കുഴപ്പക്കാരാണെന്ന്. ഞാൻ പറയട്ടെ, ആ മനുഷ്യർ കുഴപ്പക്കാരായിട്ടല്ല ജയിലിന്റെ തടവറയിലേക്ക് അവർ പോയത്. കൊലപാതകം ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ വളരെ മോശമായുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെ മോശക്കാരായിട്ടോ നമ്മളെക്കാൾ നിലവാരത്തിൽ താണ് ജീവിക്കുന്ന ആളുകളായിട്ടോ ഒന്നുമല്ല. അവരൊക്കെയും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് നിബന്ധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ആയിത്തീരുന്നു? അത് മനുഷ്യന്റെ കുഴപ്പമല്ല, ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലുമാണ് എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചത്. സ്നേഹമുള്ള, സമാധാനമുള്ള, സന്തോഷമുള്ള, അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങൾ നയിക്കാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷെ എന്താ സംഭവിച്ചത്? മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെ അധമാരായി മാറിത്തീരുന്നു? അതുപോലെ ദുഷ്ടത പ്രവർത്തിക്കുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അവർ ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പാപമാണ്. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ അവനെ പാർപ്പിച്ച മനുഷ്യനിലേക്ക് ഈ ലോകത്തിന്റെ, പ്രപഞ്ചത്തിന്റെ പൈശാചിക ശക്തികൾ അവന്റെ അടുത്തേക്ക് അടുത്തു ചെന്നു. അവൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ അതിൽ സന്തോഷിക്കാൻ കഴിയാത്ത പ്രപഞ്ചത്തിന്റെ അദൃശ്യമായി നിൽക്കുന്ന പൈശാചിക ശക്തി മനുഷ്യന്റെ അടുത്തേക്ക് അടുത്തു ചെന്നു. എന്നിട്ട് മനുഷ്യനെ വഴിതെറ്റിക്കുന്ന കാഴ്ച വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, അങ്ങനെ തെറ്റിപ്പോയ മനുഷ്യൻ പൈശാചിക ശക്തികൾക്കകത്തേക്ക് വീഴുമ്പോൾ അവൻ
അവന്റെ ഉള്ളിൽ പാപം കടന്നുകൂടുവാൻ ഇടയായി തീർന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന്റെ പിന്നിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം ദൈവം സ്നേഹമാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗത്തിൽ ദൈവം ഈ മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചതിന്റെ പിന്നിലെ കാര്യം ദൈവം സ്നേഹത്തിൽ വസിക്കുന്നവനാണ്. ഈ ദൈവത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം പകർന്നു കൊടുക്കാൻ ഒരു പാത്രം ആവശ്യമായിരുന്നു. എന്നാൽ ദൈവം അങ്ങനെ ഒരു പാത്രം ഈ ഭൂമിയിൽ കണ്ടില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും അങ്ങനെ ഒരു പാത്രം ഇവിടെ മെനഞ്ഞെടുത്തു. മണ്ണുകൊണ്ട് മണ്ണിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി ദൈവത്തിന്റെ സ്നേഹമെന്ന ആ വലിയ അമൃത് പകർന്നു കൊടുക്കാൻ ദൈവം ഒരു പാത്രത്തെ തിരഞ്ഞെടുത്തു, സൃഷ്ടിച്ചെടുത്തു. അതാണ് മനുഷ്യൻ. ആ മനുഷ്യന്റെ ഹൃദയമെന്ന പാത്രത്തിലേക്ക് ദൈവത്തിന്റെ സ്നേഹം പകരുമ്പോഴാണ് ദേശത്ത് സ്നേഹം ഉണ്ടാകുന്നത്, കുടുംബത്തിൽ സ്നേഹം ഉണ്ടാകുന്നത്, മനുഷ്യൻ നന്നാവുന്നത്, മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ചൂട് സഹിച്ച് ഞങ്ങൾ ഈ ദേശത്ത് വന്നു നിന്ന് ഇപ്രകാരം ദൈവത്തിന്റെ വചനം പറയുന്നതിന്റെ പിന്നിലെ കാര്യം നിങ്ങളാരും നഷ്ടപ്പെട്ടു പോകേണ്ട വ്യക്തികളല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പിന്നിലെ കാര്യം ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് പകരാതാണ്. പക്ഷേ ശ്രദ്ധിക്കണമേ, ഈ പ്രപഞ്ചത്തിന്റെ എല്ലാവിധ അദൃശ്യ ശക്തികളും പൈശാചിക ശക്തികളും ഒന്നിച്ചു ചേർന്ന് മനുഷ്യന്റെ അടുത്തേക്ക് വന്ന് സ്നേഹമൊഴിക്കപ്പെടേണ്ട പാത്രത്തിനകത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, പാപത്തിന്റെ കറപിടിപ്പിക്കുവാൻ ഇടയായി ചേർന്നു. അതുകൊണ്ട് മനുഷ്യൻ പാപിയായി ചേർന്നു. ഞാൻ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് നമ്മുടെ ജയിലുകൾ നിറയുന്നു, എന്തുകൊണ്ട് മദ്യപാനം കൊണ്ട് ആളുകൾ ഇങ്ങനെ മോശമായ ജീവിതത്തിലേക്ക് പോകുന്നു, എന്തുകൊണ്ട് കുടുംബ തകർച്ചകൾ ഉണ്ടാകുന്നു? നമ്മുടെ ആരുടെയും കുഴപ്പമല്ല. എന്താണ് കുഴപ്പം? ഈ പ്രപഞ്ചത്തിൽ അധിവസിക്കുന്ന പൈശാചിക ശക്തി അത് മനുഷ്യന്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്ന പാപമാണ് മനുഷ്യനെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ ഞങ്ങൾ പറയുന്ന സന്ദേശത്തിന് വലിയ പ്രാധാന്യമുള്ളതിന്റെ കാരണം ഈ പാപം എന്ന് പറയുന്ന ഈ കറുത്ത വിഷത്തെ കഴുകിക്കളയാൻ ഇന്നൊരു മറുമരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പരിവയിലുള്ള എന്റെ സഹോദരങ്ങളെ, എന്റെ മാതാപിതാക്കളെ, എന്റെ കുഞ്ഞുങ്ങളെ, നമുക്കറിയാം കോവിഡ് വന്നപ്പോ നമ്മളെല്ലാവരും ഭയചകിതരായി ജീവിച്ചു. പക്ഷേ വാക്സിൻ കണ്ടുപിടിച്ചു. പക്ഷേ ആ വാക്സിന് കുഴപ്പങ്ങളുണ്ടെന്ന് ഇപ്പോൾ നമ്മൾ അറിയുന്നു. അങ്ങനെ ഓരോരോ രോഗങ്ങൾ കടന്നു വരുമ്പോൾ ആ രോഗത്തിന് റിസർച്ച് നടത്തി പലവിധമായ മരുന്നുകൾ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യന്റെ ആത്യന്തിക പ്രശ്നമായ ഏത് കുലത്തിൽ ജനിച്ചാലും, ഏത് മതത്തിൽ ജനിച്ചാലും, ഏത് സ്ഥലത്ത് ജനിച്ചാലും മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നമായ പാപത്തിനൊരു മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പകലിൽ ഈ സന്ദേശം ഈ ദേശത്തോട് വിളിച്ചു പറയുന്നത്. പാപത്തിനൊരു മറുമരുന്ന് കണ്ടുപിടിച്ച് ഏക സ്ഥലം കാൽവറിയിലെ കുരിശ് മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിന്റെ സന്ദേശവാഹകനായി തീർന്നിരിക്കുന്നത്. ഈ സന്ദേശം പല സ്ഥലങ്ങളിൽ പറയുമ്പോൾ ഞങ്ങളെ എതിർക്കുന്ന ആളുകളുണ്ട്. പരിവയിലെ പ്രബുദ്ധരായ ഞങ്ങളുടെ ശ്രോതാക്കൾ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ കല്ലെറിയാനും അടിക്കാനും നിർത്തിടാനും പറയാനും ഒക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഉപദ്രവിക്കുന്ന ആളുകളുണ്ട്. ഞങ്ങൾക്ക് അവരോടൊന്നും പരിഭവമില്ല. ഞങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, എല്ലാ കുടുംബങ്ങളും നന്മ പ്രാപിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടണം, പരിവ എന്ന ദേശവും അനുഗ്രഹിക്കപ്പെടണം. അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനകത്ത് എല്ലാവരെയും ഞങ്ങൾ എന്തെങ്കിലും ഫോഴ്സ് ചെയ്തോ നിർബന്ധിച്ചോ അതിലേക്ക് കൊണ്ടുവരാനല്ല ആഗ്രഹിക്കുന്നത്. ഈ കേൾക്കുന്ന സന്ദേശം നിങ്ങൾക്ക് പ്രയോജനീഭവിക്കുമെന്ന് ചിന്തയുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലും പരിവർത്തനത്തിന് കാരണമായി തീരും എന്നുള്ള സന്ദേശമാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യന്റെ ഏറ്റവും ആത്യന്തികമായ പ്രശ്നമായ മനുഷ്യന്റെ ആത്യന്തിക പ്രശ്നത്തിന് പരിഹാരം ഈ ലോകത്തിൽ മറ്റൊരു മറുമരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ആ മറുമരുന്ന് കാൽവരിയിലെ കുരിശിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് കാരിയമ്പാണിയിൽ തൂങ്ങി മരിച്ച് സകല മാനവജാതിയുടെയും പാപം തന്റെ ശരീരത്തിന്റെ മേൽ വഹിച്ച് അവസാനത്തുള്ളി രക്തം വരെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒഴുക്കി കാൽവറിയിൽ പാപത്തിന് മറുമരുന്ന് കണ്ടുപിടിച്ച് യേശുവിന്റെ സ്നേഹം ഇന്നും ജനത്തെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ മനുഷ്യൻ ക്രൂരനായിട്ടല്ല, മനുഷ്യൻ അല്ലെങ്കിൽ ദുഷ്ടനായിട്ടല്ല, മനുഷ്യൻ ഏതെങ്കിലും അധർമ്മമുള്ളവനായതുകൊണ്ടല്ല,
അവൻ ഇതുപോലെയുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത്? പിന്നെ എന്താണ്? അവന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പാപമാണ്. ഞങ്ങൾ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ പ്രബുദ്ധരായ പ്രിയമുള്ളവരെ, നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള ഏക സന്ദേശം, ജീവിതത്തിൽ തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. എന്റെ പ്രശ്നത്തിന്റെ കാരണം എന്താണ്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പാപമാണ്. ഈ പാപത്തിന് എന്തെങ്കിലും പരിഹാരം വരുത്തുവാൻ ഈ പ്രകൃതിയിൽ എന്തെങ്കിലും മരുമരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ സാധിക്കും. കാൽവരി ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു മരിച്ച ആ സാക്രിഫിഷ്യൽ അല്ലെങ്കിൽ അത്യാഗപൂർണമായ മരണത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ പാപത്തിന് പരിഹാരമുണ്ടാകും. അപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് മനുഷ്യൻ പാപിയായി തീരുന്നത്? ഞാൻ ഓർപ്പിച്ചല്ലോ, വേദപുസ്തകം പറയുന്നു ദൈവത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. നമുക്കറിയാം, മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയായപ്പോൾ ആദിമ മനുഷ്യൻ പാപം ചെയ്തു. അവന്റെ രക്തത്തിൽ പാപം കലരാനിടയായി തീർന്നു. അടുത്ത തലമുറ വന്നപ്പോഴേക്കും അതിലേക്ക് പാപം വന്നു. ചില ആളുകൾ അഭിമാനത്തോട് പറയുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ, എന്റെ വല്യപ്പച്ചൻ വളരെ കോപിഷ്ഠനായിരുന്നു, അതിന്റെയും വല്യപ്പച്ചൻ വലിയ കോപിഷ്ഠനായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി കോപമുള്ള ആളുകളാ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ഞങ്ങൾ അടിക്കും. അത് ഞങ്ങളുടെ വല്യപ്പച്ചനിൽ നിന്ന് കിട്ടിയതാ. ഈ വല്യപ്പച്ചനിൽ എങ്ങനെയാണ് നമ്മളിലേക്ക് വന്നത്? വല്യപ്പച്ചനിൽ പകർന്ന ആ രക്തത്തിനകത്ത് കലർന്ന പാപം തലമുറകളിലൂടെ നമ്മളിലേക്ക് വരാനായിട്ട് ഇടയായി തീർന്നു. ആദ്യ മാതാപിതാക്കളായ ആദമും ഹൗവയും പാപം ചെയ്തപ്പോൾ അവരുടെ പ്രകൃതിക്കകത്തേക്ക് കയറിയ പാപം ഇന്ന് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിലേക്കും ഇനിയും ജനിക്കാനുള്ള ഓരോ കുഞ്ഞിലേക്കും അതിന്റെ പാപത്തിന്റെ പകർച്ച തുടർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മനുഷ്യൻ പാപിയായി തീരുന്നത്. എന്തുകൊണ്ടാണ്? യേശുക്രിസ്തുവിന്റെ ആ പുണ്യാഹ മരണത്തിന്, പുണ്യാഹ രക്തത്തിന് പാപത്തെ കഴുകാൻ സാധിക്കും എന്ന് ഞങ്ങൾ പറയുന്നതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാര്യം, യേശുക്രിസ്തു ഒരു മനുഷ്യനായി, ഒരു അപ്പന്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ സന്താനമായി പുരുഷന്റെ ഇഷ്ടത്താലോ സ്ത്രീയുടെ ഇഷ്ടത്താലോ ഈ ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യനല്ല. നമുക്കറിയാം, നമുക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ട്. വിവാഹിതരായാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ കുടുംബങ്ങളിലും കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ശ്രദ്ധിക്കണമേ, അങ്ങനെ ഉണ്ടായ ഒരു കുഞ്ഞല്ല യേശു കർത്താവ്. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് സകല പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്ന ഈ കോടാനുകോടി കണക്കിന് പ്രപഞ്ചത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഈ പ്രപഞ്ചത്തിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രപഞ്ചാതീതനായ സകല സർവശക്തനായ ദൈവം ചുരുങ്ങി 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 ഈ പ്രകൃതിയിലേക്ക് ചുരുങ്ങി 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 അല്ല യെരുശലേമിൽ ഒരു സാധാരണ സ്ത്രീയുടെ ഉദരത്തിലേക്ക് ചുരുങ്ങി വന്നതാണ് ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ദൈവം ചുരുങ്ങി 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 ഒരു സ്ത്രീയിലേക്ക് വന്ന്